വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലായത് രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിയും. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ബി.ജെ.പി രാഹുലിന്റെ ആരോപണം തള്ളിക്കളയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. അതോടൊപ്പം വിഷയത്തെ മറ്റൊരു തലത്തിൽ വഴിതിരിച്ചുവിടാനാണ് ബി.ജെ.പിയും ശ്രമിക്കുന്നത്. കേരളത്തിലും വോട്ട് ക്രമക്കേടുണ്ട് എന്ന് വരുത്തി തീർത്ത് രാഹുലിന്റെ ആരോപണത്തെ പ്രതിരോധിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രണ്ട് തരത്തിലുള്ള നയവും നിലപാടുമാണ് ബി.ജെ.പി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തം. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. രാഹുലിന്റെ ആരോപണം ദേശീയ തലത്തിൽ തന്നെ തങ്ങളെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന് ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിനപ്പുറം ഇതേ ആരോപണം തിരിച്ചുന്നയിച്ച് ആക്രമിക്കാനാകും ബി.ജെ.പി ശ്രമിക്കുക. എന്നാൽ വോട്ട് കൊള്ളയിൽ ബി.ജെ.പി സ്വീകരിക്കുന്നത് ഇരട്ട നയമാണെന്ന് ബി.ജെ.പിയുടെ നിലപാട് ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാകും. കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാത്രം വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള രാഹുലിന്റെ ആരോപണം ഇത്രമാത്രം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എങ്കിൽ മറ്റു വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ എത്രമാത്രം ബി.ജെ.പിയെ അത് പ്രതിരോധത്തിലാക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കേരളത്തിൽ പോലും വലിയ രീതിയിൽ വോട്ട് ചേർക്കലുകൾ ബി.ജെ.പി നടത്തിയെന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ തൊട്ടുപിന്നാലെ വീണ്ടും കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി.എസ്. സുനിൽകുമാറും അടക്കമുള്ളവർ പുറത്തുവിട്ടു. തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ ബന്ധുക്കളെ അടക്കം താമസിപ്പിച്ച് വോട്ട് ചേർത്തുവെന്ന ആരോപണത്തിന് പിന്നാലെ പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റ് നമ്പറിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ചതാകട്ടെ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന വീട്ടമ്മ. ഇവരുടേതടക്കം 10 വോട്ടുകളാണ് ഈ വിലാസത്തിലുള്ളത്. എന്നാൽ 9 പേരെയും ഈ വീട്ടമ്മയ്ക്ക് അറിയില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കോൺഗ്രസ് ഇടപെട്ട് വീട്ടമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും ഒരു നടപടി പോലും കമ്മീഷൻ എടുത്തില്ല എന്നത് അമ്പരപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത ബി.ജെ.പി നേതൃത്വം ചർച്ച മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 2.25 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. ഈ വോട്ടുകൾ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കർക്കശമായി തന്നെ ബി.ജെ.പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്ത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കിയില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. 3 രീതിയിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. ഒരേ തിരിച്ചറിയൽ കാർഡിൽ ഒന്നിലേറെ പേർക്ക് വോട്ടുള്ളതായും ഒരാൾക്ക് തന്നെ ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ പല വാർഡുകളിൽ വോട്ടുണ്ട് എന്നും വ്യത്യസ്ത തിരിച്ചറിയൽ രേഖകളിലായി ഒരാൾക്ക് ഒന്നിലധികം വാർഡുകളിൽ വോട്ടുള്ളതായും ബി.ജെ.പി ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിലായി 2,76,799 ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് ബി.ജെ.പിയുടെ കണ്ടെത്തൽ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണ് എന്ന് ബി.ജെ.പി അവകാശപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 7,000-ൽ പരം ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണത്തിലൂടെ രാജ്യത്തെയാകെ ഞെട്ടിച്ച വോട്ടുകൊള്ളയെ മറച്ചുപിടിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇരട്ടി പ്രഹരത്തിൽ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. വോട്ട് മോഷണം എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച് 4 ദിവസം പിന്നിട്ട് 5-ാം ദിവസം മാത്രമാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് എന്നത് അതിലേറെ രസകരമായ വസ്തുതയാണ്. ആരോപണത്തിൽ ചർച്ചയാകാമെന്ന് പ്രതിപക്ഷത്തെ അറിയിക്കുകയാണ് കമ്മീഷൻ ചെയ്തത്. എന്നാൽ അതിനുപോലും ഉപാധികൾ വെക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം അങ്ങേയറ്റം അപഹാസ്യമാണ്. രാഹുലിന്റെ ഒരു ആരോപണത്തിന് പോലും മറുപടി പറയാതിരുന്ന കമ്മീഷൻ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് ഇരട്ട വോട്ട് ചെയ്തുവെന്ന ആരോപണം ഉയർന്ന ശകുൻ റാണി ഇരട്ട വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ദുർബലമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ശകുൻ റാണി ഇരട്ട വോട്ട് ചെയ്തു എന്നതിന് തെളിവായി രാഹുൽ ചൂണ്ടിക്കാട്ടിയ പോളിംഗ് ഓഫീസർ ശരിചിഹ്നം ഇട്ട വോട്ടർ പട്ടികയിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു ഇന്നലെ വരെ കമ്മീഷൻ ചെയ്തത്. ഇരട്ട വോട്ട് ചെയ്ത ഒരാൾ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്നിരിക്കെ എന്തിനാണ് കമ്മീഷൻ ഇങ്ങനെ സ്വയം പരിഹാസ്യമാകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ആരെയാണ് കമ്മീഷൻ ഭയക്കുന്നത് എന്നും മനസ്സിലാകുന്നില്ല.
വോട്ട് ചോർച്ച ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിസ്ഥാനത്തുള്ള ശകുൻ റാണി എന്ന ഇരട്ട വോട്ടറുടെ ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന മൊഴി ഒരു സത്യവാങ്മൂലത്തിന്റെയും പിൻബലം ഇല്ലാതെ മുഖവിലക്കെടുത്തതിൽ നിന്ന് തന്നെ രാഹുലിനെ തള്ളി മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ്. ശകുൻ റാണി അറിയാതെ അവരുടെ പേരിൽ മറ്റാരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന രാഹുലിന്റെ ആവശ്യത്തിൽ അത്തരമൊരു പരിശോധനയ്ക്ക് പോലും കമ്മീഷൻ തയ്യാറായില്ല. ഇതും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ട നയം വ്യക്തമാക്കുന്നുണ്ട്. 4 ദിവസത്തോളം രാഹുലിന്റെ ആരോപണത്തിൽ മിണ്ടാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുശേഷവും ചെയ്തത് രാഹുലിൽ നിന്ന് തെളിവ് ശേഖരിക്കുകയായിരുന്നില്ല. മറിച്ച് ആരോപണ വിധേയയെ പോയി കണ്ട് ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന മൊഴി വാങ്ങുകയായിരുന്നു. എന്നിട്ടോ സത്യവാങ്മൂലമായി വോട്ട് ചോരി ആരോപണത്തിലെ വിശദാംശങ്ങൾ എഴുതി നൽകുകയെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു വാറോലയും. എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP-യായ താൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് കമ്മീഷന്റെ വാറോലയെ ധീരമായി നേരിടുകയാണ് രാഹുൽ ചെയ്തത്. ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സൗന്ദര്യം തന്നെ സുതാര്യമായ അതിന്റെ തെരഞ്ഞെടുപ്പ് രീതി തന്നെയാണ്. ആ ജനാധിപത്യ സൗന്ദര്യത്തെയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിക്ക് ഓശാന പാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ലോകത്തിനു മുന്നിൽ ഇത്രമേൽ അപഹാസ്യമാക്കിയിരിക്കുന്നത്. പല്ലും നഖവും ഇല്ലാത്ത കൂട്ടം എന്ന് കുപ്രസിദ്ധി കേട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻപുണ്ടായിരുന്ന തരത്തിൽ പല്ലും നഖവുമുള്ള ഉശിരുള്ള ഒരു കൂട്ടമായി വാർത്തെടുത്തത് 1990-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ TN ശേഷനായിരുന്നു. എന്നാൽ അത്തരമൊരു കമ്മീഷനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന തരത്തിൽ മാറ്റിയെടുത്ത് അധികാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ഏജന്റായി മാറ്റിയിരിക്കുന്നത്. ഈ ഹൈജാക്കിംഗ് അധ്യായത്തിലെ ഒരു ചെറിയ ഏട് മാത്രമാണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിനു മുന്നിൽ തന്നെ തലകുനിച്ച് നിൽക്കേണ്ടതായി വന്ന വോട്ട് മോഷണവും.